ഹായ് പറയുമ്പോൾ ഹായ് കുഞ്ഞാപ്പുക്കുട്ടി ഇപ്പം ഇറങ്ങി എണീറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കുഞ്ഞാപ്പുക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡിൽ ഫോൺ ഇരിക്കുന്നില്ല, ഫോൺ ആടി കളിക്കുന്നുണ്ട്. അയ്യോ എൻ്റെ കുഞ്ഞാപ്പുക്കുട്ടി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അന്നേരമാണ് നമ്മളെ കുഞ്ഞാപ്പുക്കുട്ടി എണീക്കാത്തതുകൊണ്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത്. അത് ഇപ്പം അമ്മ കുത്തി അഞ്ച് വന്നിട്ടേ ഉള്ളൂ. കുട്ടീൻ്റെ പാലെടുത്തോണ്ട് വാടി ഒന്നോ. അവിടെ കുട്ടിക്ക് പാലവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവരെല്ലാവരും അകത്തിരിക്കുകയാണ്. ഞാനും ചക്കരയും കുഞ്ഞാപ്പുമാണ് കോലയിലിരിക്കണം. മഴ മൂടിക്കെട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഇന്നത്തെ ചായ കടി കാര്യമായിട്ട് എന്തെന്നാന്ന് പറഞ്ഞാൽ ബ്രെഡ് ഉണ്ട് കേട്ടോ. ആ ബ്രെഡ് ഉണ്ട്. പിന്നെ ബ്രെഡിൻ്റെ ഈ മുകളിലെ പീസ് തിന്നാൻ ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡിൻ്റെ മുകളിൽ കരിഞ്ഞ പീസ് തിന്നാൻ. ക്ലാസ് എടുത്തിട്ടോ കുട്ടീൻ്റെ പാലിൽ പഞ്ചസാര ഇട്ടിനാ? ക്ലാസ് ഉണ്ടോ കുട്ടിക്ക്? പിന്നീട് ഞങ്ങൾ ചായ കുടിച്ചട്ടെ. പിന്നെ ഇതാണ് കേട്ടോ കടിയുള്ളത്. കുഞ്ഞു വേണ്ടേ? അപ്പോൾ വേണ്ടേ? അവിടെ എൻ്റെ വേണ്ടാത്തേ? എൻ്റെ അമ്മക്കുട്ടിക്ക് വേണ്ടാത്തേ? ഓ തലയൊക്കെ മാന്തുന്നുണ്ട്. ഉറങ്ങിയണിച്ച ക്ഷീണമാണ് കേട്ടോ കുഞ്ഞാപ്പുനി. ഇവിടെ ഒരാളിതോ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓൾക്ക് ഭയങ്കര മടി, അതുകൊണ്ട് അവിടെ നിൽക്കുന്നു. ആ പോണു. ഒരിക്കലും വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയില്ല. ചക്ക ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എനിക്ക് കുഞ്ഞാപ്പൂന് മാത്രമേ പിന്നെ മടിയില്ലാത്ത ആൾക്കാരുള്ളൂ. കുഞ്ഞാപ്പൂ അതുകൊണ്ട് അമ്മ കുട്ടീൻ്റെ ക്ലാസ്സിൽ അമ്മൻ്റെ ചായ ഒഴിക്കുന്നു. കുഞ്ഞാപ്പൂന് പാല്. കുഞ്ഞാപ്പൂന് ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റ് വേണ്ടേ? പിന്നെ എന്താ കുട്ടി തിന്നാ? ബിസ്ക്കറ്റ് വേണോ? പൊന്നുവേ കുഞ്ഞിന് 2 ബിസ്ക്കറ്റ് എടുത്തിട്ട് വാ. നമുക്ക് കട്ടൻ ചായ ആണ് കേട്ടോ. ഇവർക്ക് പാൽച്ചായ ആണ് കേട്ടോ. ചേട്ടോ പൊന്നു ഭയങ്കര മധുരം ചാക്ക്. അവിടെ പൊട്ടിച്ച ബിസ്ക്കറ്റ് ഉണ്ട്. ശ്യാമാട്ടനകത്ത് പാട്ട് പാടുന്നുണ്ട്. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അന്നക്കിളി പാടുന്നുണ്ട് കേട്ടോ ശ്യാമാട്ടൻ. അണ്ണാക്കിളിയെ പാടുന്നു. പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു ചേച്ചിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോ? ചേച്ചി യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോ കേട്ടോ. നമുക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് പൊട്ടിയ ബിസ്ക്കറ്റ്, അത് കൂട്ടി തിന്നൂല. എന്നാ മറ്റേ നിർത്തുക. പൊട്ടിയ ബിസ്ക്കറ്റ് നമ്മൾ തിന്നൂല. നമ്മൾ പൊട്ടിക്കാണ്ട് ബിസ്ക്കറ്റ് അപ്പാടും വിഴുങ്ങുന്ന പോലെയാണ് കുഞ്ഞാപ്പൂൻ്റെ അവസ്ഥ കേട്ടോ. പൊട്ടിയ ബിസ്ക്കറ്റ് നമുക്ക് ഇഷ്ടമല്ല. പൊട്ടാത്ത ബിസ്ക്കറ്റ് വേണം. അതിനെ മുക്കുമ്പോൾ കടിക്കുമ്പോൾ ഒന്നും പൊട്ടിപ്പോവില്ല അല്ലേ കുഞ്ഞാപ്പൂ? ഇതാ കുട്ടി മുഴുങ്ങ ചെയ്യും. അപ്പാടം മുഴുങ്ങല്ലേ? അങ്ങനെയാണോ? ഇളകും വിഷം ഉറങ്ങിയെന്ന് ചടപ്പ. അന്നേരം കുറേ പേര് ചോദിച്ചായിരുന്നു. ഞാൻ അന്നേരം നമ്മളെ വരുമാനത്തിൻ്റെ ഇതുവരെ ആയിട്ടില്ല കേട്ടോ. അത് മോണിറ്റൈസേഷൻ ആയിട്ട് ഒരു മാസം ആവാനായി. ഓണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നെയാണ് നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അന്നേരം മോണിറ്റൈസേഷൻ കഴിഞ്ഞു $1 ആവുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 50 പോലും നമുക്കായിട്ടില്ല. അത് 100 എത്തണം. നമുക്ക് പൈസ കിട്ടണമെങ്കിൽ. അന്നേരം അത് 100 എത്തണമെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇല്ലെങ്കിൽ അതൊന്നും 100 എത്തൂല കേട്ടോ. അന്നേരം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമുള്ളൂ കേട്ടോ. കുഞ്ഞുമണി വീഴൂ കേട്ടോ. നമ്മളെ കുഞ്ഞുമണി ബിസ്ക്കറ്റ് മുക്കി തിന്നാ. കുഞ്ഞുമണീൻ്റെ പാലുണ്ട് ഇവിടെ. ഓ കാണിച്ചു കൊടുക്കണ്ട പോലും. ഭയങ്കര സാധനം. കാണിച്ചു കൊടുക്കണ്ടല്ലേ? അവിടെ ഒരാളിരിക്കുന്നുണ്ട്. കാണിച്ചതാ. എന്താ വീ ചോദിക്കുന്നുണ്ട്. അമ്മനെ പേര് വിളിക്കുന്ന ആളെ കണ്ടിട്ടില്ലല്ലോ. ഇതാ അമ്മനെ പേര് വിളിക്കുന്ന ആളോട് ഇരിക്കുന്നുണ്ട്. അമ്മേനെയും അച്ഛനെയും പേര് വിളിക്കുന്ന കുട്ടിയാണിത്. എന്താ വീണല്ല കേട്ടോ. ശ്യാമാട്ടാന്ന് ആദ്യം വിളിക്കരുത് കേട്ടോ. അപ്പൊ വിളിക്കൂല കേട്ടോ. അപ്പൊ ഭയങ്കര മടിയാണ്. ഒന്നും വിളിക്കൂല. അടുത്തൊരു ഒന്നത്തിന്റെ കാര്യം തീരുമാനായി. പണ്ടിങ്ങനെ പറഞ്ഞ പൊന്നുകുട്ടി കരയൂട്ടാ. ഇപ്പോഴും കരച്ചിൽ വരുമോ? പെട്ടെന്ന് കരച്ചിൽ വരുന്ന കക്ഷിയാണ്. ഒന്നും പറയാൻ പറ്റൂല. അതെന്റേതാണ്. അത് കുഞ്ഞുൻ്റെ ആണേടി. ഇത് നമ്മളെ കടിയല്ല. ഇവിടെ കട്ടോണ്ട് പോണു. ഒരുത്തിതാണ്ടാ കടി കട്ടോണ്ട് പോന്നു കള്ളത്തി ഇവിടെ. അത് കുഞ്ഞുമണീൻ്റെ ആണ്.
ആണോ? ഇവിടെ കടിക്ക് വേണ്ടി അടി കൂടുന്നുണ്ട്. രണ്ടും കൂടെ കണ്ടോ? അടി കൂടുകയാണ്. പീസ് കൊണ്ടടി എൻ്റെ അടി കൂടുണ്ടോ? ഇങ്ങനത്തെ സാധനത്തിനൊക്കെ ഉണ്ട് ഇവിടെ അടി കൂടുള്ളൂ. അല്ലാണ്ട് ചോറ് അങ്ങനത്തെ സാധനത്തിനൊന്നും അടി വിടൂല. ബേക്കറി മുട്ടായി ഇന്ന് വേണ്ട സാധനത്തിന് പേര് അടിയായിരിക്കും കേട്ടോ. കുഞ്ഞാപ്പൂൻ്റെ വരെ എല്ലാം അടിച്ചു മാറ്റിക്കുന്നു. അല്ല കുഞ്ഞാപ്പൂ പറഞ്ഞു കൊടുക്ക്. കുഞ്ഞാപ്പൂൻ്റെ അടിച്ചു മാറ്റും പറഞ്ഞു കൊടുക്ക്. എല്ലാവരും കേക്കട്ടെ, എല്ലാവരും കളിയാക്കട്ടെ. ഉള്ളുമാരെ പറഞ്ഞു കൊടുക്കേ. ഞാനിപ്പോൾ ഉറങ്ങി എണിച്ചോണ്ട് ഭയങ്കര സൈലന്റ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കോ. ഇന്ന് ലൈവ് ഇട്ടിട്ടില്ല കേട്ടോ. ലൈവ് ഇടാൻ നോക്കട്ടെ സമയം. ലൈവ് ഇടാൻ പറ്റി കിട്ടണം. രാവിലെ ഇട്ടിട്ടില്ല. എന്ന് രാവിലെ ശ്യാമട്ട എനിക്ക് പണി തന്നു, അതുകൊണ്ടാണ് ഇടാം. ഒന്ന് ശ്യാമട്ടനാട്ടോ സാധനം മേടിക്കാൻ പോവാ. ഇന്നിപ്പോൾ എന്നെ പറഞ്ഞിട്ടു സാധനം മേടിക്കാൻ. ശ്യാമട്ടന് പറമ്പിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തന്നെ പറഞ്ഞോട്ടെ, അല്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ടല്ല. എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്യാമട്ടന് നഷ്ടമാണ്. ബഡ്ജറ്റ് കൂടും. പറയുന്ന പൈസനെക്കാട്ടിൽ ഇരട്ടി പൈസയാവും എന്നെ പറഞ്ഞിട്ടാൽ. അതുകൊണ്ട് എന്നെ അധികം പറഞ്ഞുവിടാറില്ല. ഇന്ന് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൊണ്ട് എന്നെ പറഞ്ഞോട്ടെ. അകത്തിരിക്കുന്നുണ്ട് കേട്ടോ കക്ഷി, പുറത്തിറങ്ങാത്തതുകൊണ്ടാണ്. നേരെ കുറേ ആയില്ലേ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട്. എപ്പോഴും വിചാരിക്കും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കണം കേട്ടോ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ ഒച്ചപ്പാട് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ അടി എന്ന് പറഞ്ഞാൽ പേരും അടി ഒച്ചപ്പാടാണ്. അതുകൊണ്ട് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റേയില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുക്കാണ്ട് വോയിസ് ഇടുന്നത്. ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആകാനായിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാം. കുഞ്ഞാപ്പ് എണീക്കട്ടെ വിചാരിച്ചു ഇത്രയും നേരം വെയിറ്റ് ചെയ്താ. ഇപ്പോൾ ചക്കര എണീപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചായ കുടിക്കണ്ടേ, ഞങ്ങൾക്ക് വിശക്കൂലേ. അതുകൊണ്ടാണ് എണീപ്പിച്ചുകൊണ്ട്. പൊന്നു പോവുകയാണ്. പൊന്നുവിനെ വീഡിയോ എടുക്കണ്ടത്. പിന്നെ ഇല്ലേ ഇന്ന് നമുക്ക് ഇവിടെ പള്ളിയിൽ അവിടെ പാത്രത്തിൻ്റെ മുട്ട കേട്ടോ കേട്ടോ വന്നത്. ഇന്ന് രാത്രിത്തേക്ക് ഫുഡ് വേണ്ട കേട്ടോ. നമ്മളെ പള്ളിയിൽ നബിദിനത്തിൻ്റെ ഫുഡ് ഉണ്ട് കേട്ടോ. നമ്മളെ ഇവിടുത്തെ പള്ളിയിൽ എൻ്റെ കൈ ഇങ്ങനെ അനങ്ങുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ പഠിച്ചളിക്കുന്ന. ഫോൺ നമ്മളിവിടുത്തെ പള്ളിയിൽ നബിദിനം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അന്നേരം ഇവിടെ പള്ളിയിൽ പരിപാടിയായിട്ടില്ല. ചോറുണ്ട് കേട്ടോ. ചോറ് നബിദിനത്തിൻ്റെ നേർച്ച ചോറുണ്ട്. നേരം അത് ഇന്ന് വൈകുന്നേരം കിട്ടും. എല്ലാ വീടുകളിലും അവർ കൊണ്ടുതരും കേട്ടോ. നമ്മൾ പോയി മേടിക്കൊന്നും വേണ്ട, അവർ കൊണ്ടുതരും നമ്മളെ വീട്ടിൽ. എനിക്ക് ഫോൺ എങ്ങനെ പിടിച്ചിട്ട് റെഡി ആവണില്ല കേട്ടോ. പൊന്നുകുട്ടി ഒന്ന് പിടിക്കോ ഫോണ്? എന്നാൽ പിടിക്ക്. എന്നിട്ട് ക്യാമറ തിരിക്കണ്ടേ? ഇങ്ങനെ പിടിക്കേ? ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കേ? ഫ്രണ്ട് ക്യാമറയാണ് ഓണി, ബാക്ക് ക്യാമറ അല്ല. നേരെ സൗണ്ട് അങ്ങോട്ട് എത്തുമോ? കുറച്ചിങ്ങോട്ട് ഇരിക്കോ നീ? കുറച്ച് താത്തി പിടിക്കരി ഫോണ്. അന്നേരം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചോറില്ല കേട്ടോ. ചോറ് വീട്ടിൽ വെക്കുന്നില്ല. നമുക്ക് പള്ളിയിൽ നിന്ന് കൊണ്ടുതരുന്നോണ്ട്. ഇനിയും ബിസ്ക്കറ്റ് വേണം. ചക്ക കുട്ടിക്ക് 2 ബിസ്ക്കറ്റ് എടുത്തിട്ട് പാടി. എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് ചോറില്ല, ഉച്ചക്കത്തെ കഴിഞ്ഞു. അന്നേരം എനിക്ക് വേണ്ടിയിട്ട് ചോറ് വെക്കണം. ഇവർക്ക് നെയ്ച്ചോറോ പോകുന്നില്ലേ? നെയ്ച്ചോറും ബീഫോ ചിക്കനോ അങ്ങനെ എന്തോ അറിയാം. എന്തെന്നാ നെയ്ച്ചോറല്ലേ? ബിരിയാണിയാ എന്താണെന്നറിയില്ല കേട്ടോ. വൈകുന്നേരം കൊണ്ടൊക്കെ അന്നേരം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം ഉണ്ടാവും അങ്ങനെ പള്ളിയിൽ നിന്ന് നബിദിനത്തിന്. ഇവിടെ എല്ലാ പള്ളിയിലും കഴിയുമ്പോഴേക്കും നമ്മളവിടുത്തെ പള്ളിയിൽ കേട്ടോ നെയ്ച്ചോറ്. എന്താ ഇതാ മുത്തിന്റെ ബിസ്ക്കറ്റ്? ഇതാ ചിക്കനുണ്ട്. ഓള് ചാമാട്ടൻ്റെ അടുത്തേക്ക്. അന്നേരം വൈകുന്നേരം കൊണ്ടുവരുമ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ. കാണിച്ചു തരാവേ നമ്മളെ പള്ളിയിലത്തെ ചോറും വിശേഷങ്ങളൊക്കെ. ഇവിടെ വാ, ഉറങ്ങി എണീറ്റിട്ട് ചക്കട പക്കട കണ്ട് നടന്നിട്ട് വീഴും. കുടുക്കി അതായത് നമ്മളെ ഈവനിങ് വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ല. ഒരു കുഞ്ഞു വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഓക്കെ ബൈ. പൊന്നൂസ് വീഡിയോ ഓഫ് ആക്കാൻ പറ്റാത്തോണ്ട് ഇരിക്കാം. ഫ്രണ്ട് ക്യാമറ തിരിച്ചു വെച്ചേക്കാം.